ഇതിന്റെയൊക്കെ ബാക്ക് സ്റ്റോറി? എങ്ങനെയാണ് ഇതൊക്കെ വന്നത്? നമ്മളിന്ന് പോകുന്നത് നജന്റെ 7ാം മാസത്തെ 7th മന്ത് സെറിമണിക്കാണ്. അതായത് കറുപ്പക്കുട്ടൻ. ഇനി നജ ആരാന്ന് പറയാം. നജ എങ്ങനെയോ എന്റെ ലൈഫിലേക്ക് വന്ന ഒരു ജൻ. ഇനി അത് എങ്ങനെയാണ് എടുത്തു പറയുന്നതാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ വൈഫ്. അല്പസ്വല്പം പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചൈൽഡിഷ്നെസ് വിട്ടുകൊടുക്കാത്ത ആ ഒരു ക്യാരക്ടർ, അത് നൈസാ. പിന്നെ മെച്യൂരിറ്റിയിലാന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ മെച്യൂരിറ്റി എന്ന് പറയുന്ന സാധനം നമ്മൾ ഇന്നർ ചൈൽഡിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു സാധനമല്ല. അങ്ങനെ ഒരാളെ മാറ്റിയിട്ട് ഒരു ലൈഫ് കിട്ടുന്നതിൽ വലിയ കഥയും ഇല്ല. ആൻഡ് അപ്പോൾ കഥ പറഞ്ഞങ്ങ് പോയി. നമ്മളങ്ങനെ നജന്റെ വീട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ 3 ആളാണ് അങ്ങോട്ടൊക്കെ പോകുന്നത്. ഇനി ആൾക്കാർ ബാക്കിയുണ്ട്. ബട്ട് സം റീസൺസ് ഓരോന്നും ഇപ്പം നമ്മളോട് ഇല്ല. നമ്മളങ്ങനെ വ്ളോഗ് എടുക്കുന്നതിനെ പറ്റിയിട്ട് കോമഡി ഒക്കെ പറഞ്ഞ് ട്രോളൊക്കെ വരുന്ന ആലോചിച്ചിട്ട് അങ്ങനെ നടന്ന് വ്ളോഗ് എടുക്കാനുള്ള ചിലപ്പോൾ നല്ലോണം ഉണ്ട്. ഇതാണോളോ പോരാ, അവിടെ ആരൊക്കെയോ നിൽക്കുന്നുണ്ട്. നല്ല ഫോൺ താത്തുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നിട്ട് ഞാൻ ഫോൺ താത്തി. നമ്മളങ്ങനെ അകത്തേക്ക് എൻ്റർ ചെയ്ത് കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓരൊക്കെ വീഡിയോ കാണിച്ചിട്ട് ഞാൻ അടുത്ത ഇഷ്യൂ വേണ്ട വിചാരിച്ചു ഞാൻ എൻ്റെ ആദമിനെ തന്നെ എടുത്തു. എന്താ അറിയില്ല, ആദം ഒരു പാവം കുട്ടിയായിട്ട് നിൽക്കുന്നു. കുരുത്തക്കേടൊന്നും കാണിക്കുന്നില്ല. എല്ലാവരും നോക്കുന്നുണ്ട്. കുറച്ച് പായസം കിട്ടിയപ്പോൾ കുറച്ച് പായസം കുടിച്ച് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു. പിന്നെയും ചോദിക്കുന്നുണ്ട്. പിന്നെ ആരും കൊതിയോടല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ താരം നജ, ഇന്നത്തെ താരം. വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട്. എന്താ അറിയില്ല, കുട്ടീൻ്റെ മുഖത്ത് നല്ല ടെൻഷൻ. നല്ല ക്ലിപ്സ് മാത്രം ഇടണമെന്ന് ഓള് പ്രത്യേകം പറഞ്ഞു. പക്ഷെ നല്ല ക്ലിപ്സ് കിട്ടണ്ടേ? എന്തായാലും മാഷാ അല്ലാഹ് മഞ്ചത്തിയാക്കി. അതിൻ്റെ ഇടയിലുള്ള ഹസ്ബൻഡ് വന്നിട്ട് ആദമിനെ വശത്താക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്താ അറിയില്ല, പണ്ടേ അവൻ്റെ അടുത്ത് പോകില്ല. അതുമാത്രോ ആദമിനതാ വേറൊരു കുട്ടീനെ കിട്ടി ഗൈസ്. പക്ഷെ ഓൻ ഡീസൻ്റാ. ഓനപ്പം തന്നെ ഓളെ കയ്യിലുള്ള സാധനം വാങ്ങി അവിടെ ഇരുന്ന് ഓൻ അതിന് വേണ്ടി മാത്രം പോയതാ. പിന്നെ ഇതാ നജ. ഇവളെടുക്കാൻ വിട്ടാൽ പിന്നെ ഇവളുടെ നടിയുള്ളൂ. കാരണം ഇവളാണല്ലോ താരം. മയങ്ങുന്നുണ്ട്, കൊഞ്ചുന്നുണ്ട്, എങ്ങനെയായിരുന്നു ആ കൊമ്പൊക്കെ എടുത്ത് ശരിയാക്കുന്നുണ്ട്. ബട്ട് റിയലി നൈസ്. നല്ല രസമുണ്ട് മാഷാ അല്ലാഹ്. നല്ലോണം മാറ്റിയിട്ടും എല്ലാം കൊണ്ടും നല്ല രസമുണ്ട്. രസമുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇത്താത്ത വിളിക്കുന്നുണ്ട്. ഓളയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്, ഇത്താത്തയല്ല കേട്ടോ, നാത്തൂൻ കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പിയാപ്പിള വന്ന് നാണമൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ചടപ്പാണ് ഗൈസ്. എനിക്ക് എന്താ പറയേണ്ടത് എല്ലാവരോടും. ഞാൻ ഇവിടെ ഇപ്പം എന്താ ചെയ്യേണ്ടത്, എൻ്റെ ആവശ്യം എന്താ ഇവിടെ, ഇങ്ങനത്തെ കുറേ സംശയങ്ങളാണ് എനിക്ക്. പിന്നെ വിചാരിക്കുന്ന പോലെയല്ല, പുള്ളി തീ. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെയും സബ്രിൻ്റെയും പ്രഹസനം. പക്ഷെ കണ്ണാടിയിൽ എന്തോ കലണ്ട് ഗൈസ്. ഇതാണ് ഷാജഹാൻ മുംതാസിന് വേണ്ടി താജ്മഹൽ പണിത പോലെ നജ പണിതെടുത്തോളം ചുമര്. അതെ, ഓരോ പ്രണയ സംരംഭം. പിന്നെ നമ്മൾ 4 ആളും കൂടെ ഒരു വീഡിയോ എടുക്കാൻ ജസ്റ്റ് എടുത്ത്. പക്ഷേ എന്തോ ഒരു മിസ്റ്റേക്ക്. ഇനിയിപ്പോൾ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലാണ്ട് നമ്മളെ പ്രശ്നമാവാൻ ചാൻസ് ഇല്ല. പിന്നെ കുട്ടികളെ കുറച്ച് ഫോട്ടോസ് എടുത്ത് അതും കരയുന്നുണ്ട് ഗൈസ്. ക്യൂട്ട്നെസ് വാരിയിട്ട് കരയുന്നുണ്ട് ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോ? പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ പോയത് പൊറോട്ട ഉണ്ടായിരുന്നു, എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ആദമിനെ വേഗം സബ്രിനെടുത്ത് മടിയിൽ വെച്ച് ഞാനതുകൊണ്ട് ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിച്ച് ഗൈസ്. പിന്നെ നമ്മളെ പൊന്നു ക്യൂട്ട്നെസ് ഇട്ടാണ്ടോ. ഞാൻ തന്നത് ഒരു ചെറിയ പൊറോട്ടയാണ്, പിന്നെ കുറച്ച് ബീഫും. കാരണം ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. സബ്രിനെ ഞാൻ പഴയ രീതിയിൽ എടുക്കിട്ടോ, കിട്ടിയോ എന്ന് ചോദിക്കുന്നതാണിത്. പിന്നെ ഇതാ നജ ഓളെ മാപ്പിളയായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഇത് മാത്രം കാണുമ്പോൾ എനിക്ക് സഹിക്കൂല. എന്താ അറിയില്ല, എൻ്റെ ഷെബിലില്ലാത്തതിൻ്റെ എല്ലാ വിഷമം അപ്പം അങ്ങനെ വരും. വോയിസ് ഓവർ കൊടുക്കുമോ വരെ ഒരു കുത്തൽ. അങ്ങനെ ഒരു കേക്ക് മുറിയിലേക്ക് കടന്നിരിക്കുകയാണ് ഗൈസ്. ഇതിനെന്തോ ഒരു വെളിച്ചം കുറവില്ലേ ക്ലിപ്പിന്. അതുകൊണ്ട് ഞാൻ വെളിച്ചം കൂട്ടി വേറൊരു ക്ലിപ്പ് എടുത്ത്. ഇതാണ് ഗൈസ് അത്. ആകെ ഇവർക്ക് ഇന്നത്തെ പരിപാടിയിൽ കിട്ടിയത് ഈ വീഡിയോ മാത്രം. അതിൽ ഞാൻ സന്തോഷിക്കുന്നു ഗൈസ്. എന്നെക്കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായല്ലോ. പിന്നെ മാമൂലും അതും ഇതൊക്കെ കാരണം ഒരിക്കൽ കൂടുതലായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഇത്രയും മാറ്റി ഒരുങ്ങിയിട്ടൊരു ഡ്രീം ഫോട്ടോ പോലും എടുക്കാൻ വിട്ടിക്കില്ല എന്ന് പറയുമ്പോൾ അത് ഭയങ്കര കഷ്ടമായിപ്പോയി. എന്തായാലും ഒരു വീഡിയോ കിട്ടി, അത് വെച്ചോളൂ അഡ്ജസ്റ്റും ചെയ്ത്. ഞാനും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എല്ലാവരോടും പോന്നാന്ന് പറയുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. കരയിലും പറയലും യാത്ര പറയലൊക്കെ ആയിരുന്നു. ഇതൊക്കെ ചെറുത്. പിന്നെ എല്ലാവരും കൂടെ ഓളെ വീട്ടിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി. ഞങ്ങളും ഇറങ്ങി. 2 ട്രാവലറാണുള്ളത്. അതിലൊരു ട്രാവലറിൽ ഞങ്ങൾ കയറി. മറ്റേ വണ്ടി എടുത്ത് അതിൻ്റെ ബാക്കിൽ തന്നെ ഞങ്ങളെ വണ്ടി എടുത്ത്. അധികം വലിയ ഇടങ്ങാറൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെയായിരുന്നു വണ്ടിയിൽ പോയിക്കൊണ്ടുണ്ടായത്. പിന്നെ കുറച്ച് കുട്ടിപ്പട്ടാളം ആ സൈഡിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏറ്റവും ബാക്കിലത്തെ സീറ്റിലിരുന്ന് ഗൈസ്. പിന്നെന്താ നജൻ്റെ അവിടെ ഇറങ്ങി. നല്ല മഴയായിരുന്നു. ആ മഴയത്ത് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വിട്ടിക്കില്ല. അങ്ങനെ ഓടി. ആദമ നല്ല ഉറക്കും. അങ്ങനെ നമ്മളുള്ള വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഫുൾ ജനസാഗരം. പിന്നെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിച്ച് എന്തൊക്കെയോ കുടിക്കുകയൊക്കെ ചെയ്ത്. നജ ഇത് മാത്രം ഇട്ടോ എന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്തന്ന്. അതിൻ്റെ ഇടയിൽ സബ്രിയും കുറച്ച് പ്രഹസനം കാണിച്ച്. പിന്നെ ഞാനും നോക്കി. പക്ഷെ ഞാൻ ആരും ലുക്കില്ല. പിന്നെ നജ ഒന്ന് ക്ഷീണം കൊണ്ട് മുഖമൊക്കെ ഒന്ന് തുടച്ച് അവിടെ ഇരുന്ന് ഞാൻ ആദമിന് ഫുഡ് കൊടുത്തു. പിന്നെ നമ്മളും ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങളും അങ്ങനെ ഫുഡൊക്കെ ഇട്ട് കഴിച്ചു ഗൈസ്. നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല മന്തി. ഫുഡ് കഴിച്ചിട്ട് ആരും പോകുന്നില്ല, കുറച്ച് വിശ്രമിക്കുന്നു. അങ്ങനെ ഞങ്ങളും പോയി. അതിൻ്റെ ഇടയിൽ ആദവിനെ നോക്കിയിരിക്കുന്ന ഞാൻ, എന്നെ ഇപ്പുറത്തുള്ളവളെ നോക്കിച്ചിരിക്കുന്ന ആദവിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ
അങ്ങനെ ആദ്യമിൻ്റെ ആലോചനയൊക്കെ കഴിഞ്ഞ് ആദ്യം ആക്റ്റീവായി ഗൈസ്. നമ്മളങ്ങനെ വണ്ടി കയറി വണ്ടിയുടെ ഡീജെ കേട്ടിട്ടോ തുള്ളുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൈവാ അതിൻ്റെ ഇടയിൽ മാപ്പിള പണിക്കുവാനായി പോണം അപ്പത്തേക്കെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഇവളെ റൂട്ട് തെറ്റിച്ച് വണ്ടി വിട്ട് ഗൈസ്. ഇവള് വിചാരിച്ച പോലെയല്ല വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചിരിയും ടെൻഷനൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒക്കെ ആലോചിച്ചിട്ട് ചിരി വരുന്നുണ്ട്. എത്ര നേരമായി അവളെ മാപ്പിള കാത്തേക്കെന്ന് പറയാം. ഇത്രയും സ്നേഹനിധിയായ ഭാര്യനെ നിങ്ങൾക്ക് എവിടെയും കാണാൻ കിട്ടുമോ? ഇല്ല, കിട്ടൂല. ഓള് കാത്ത് നിന്നിട്ട് കൊടുത്തതാന്നൊന്നും പഠിച്ചവന് കറക്റ്റ്. എല്ലാവരും ഇറങ്ങിയതിന് ശേഷമാണ് ഓക്ക് ഇറങ്ങാനുള്ള അവസരം. ബാക്കി ഇപ്പോൾ വണ്ടിയിൽ ആരുമില്ല, ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ. ഞാനും ഉള്ളൂ. ഇറങ്ങിയതിന് ശേഷമാണ് പൊന്നിന് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പം ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സി യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.